കാവേട് സെന്റ് ജോസഫ് പള്ളിയിലെ മധ്യസ്ഥനായ മാർ ഔസേപ്പിതാവിന്റെയും മാർ സെബസ്ത്യാനോസ് സഹദായുടെയും പരിശുദ്ധ മർത്ത മറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ഏപ്രിൽ 17, 18, 19, 20 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രൂപക്കൂട് നിശ്ചയിക്കുന്ന പ്രധാന കാർമ്മികൻ ഈ ഇടവക്കാരനാണ് അദ്ദേഹം. ഞായറാഴ്ച ആണ് തിരുനാളിന്റെ കുർബാനയുള്ളത്. ഞായറാഴ്ച 10:30-ക്കാണ് തിരുനാൾ കുർബാന. ശനിയാഴ്ച രാവിലെ 6-ന് ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് 13 കുടുംബ യൂണിറ്റുകളിലേക്കുള്ള വള, ലില്ലിപ്പൂവ്, അമ്പ് എന്നിവ ആശീർവദിച്ച് നൽകും. അന്ന് രാത്രി യൂണിറ്റുകളിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇവ പള്ളിയിലേക്ക് എഴുന്നള്ളിക്കും. പ്രധാന തിരുനാൾ ദിനമായ 19-ന് രാവിലെ 6 മണിക്കും 10:30-ക്കും വൈകിട്ട് 4:45-നും വിശുദ്ധ കുർബാനയുണ്ടാകും. 10:30-ന്റെ ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ തോമസ് ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണവും വർണ്ണക്കാഴ്ചയും അരങ്ങേറും. തിരുനാൾ സമാപന ദിനമായ 20-ന് രാവിലെ 6 മണിക്ക് പൂർവികർക്കായി ഓർമ്മ ബലി നടക്കും. രാത്രി 7 മണിക്ക് വോയിസ് ഓഫ് കാവേട് അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേളയോടെ ആഘോഷങ്ങൾ സമാപിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെലങ്കാനയിലെ ആദിലാബാദ് രൂപതയിൽ മന്നംകുടം ഗ്രാമത്തിലെ നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിനായി 3 ലക്ഷത്തോളം രൂപ ധനസഹായം ഇടവക നൽകി. കൂടാതെ മിട്ടാപ്പള്ളി ഗ്രാമത്തിൽ പള്ളി നിർമ്മിക്കുന്നതിനായി 13 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ജനറൽ കൺവീനർ സിയോജ് കെ ജെയിംസ്, ട്രസ്റ്റിമാരായ സണ്ണി ചീരൻ, CV റെന്നി, ഫ്രാൻസിസ് സേവ്യർ, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ VJ ജെയ്സൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.